ഇപ്പൊ എല്ലാവരും പറയുന്ന അവനെ ഞാൻ ഫോൺ കൊടുത്ത് വഷളാക്കിയെന്നാണ്. എല്ലാവരും അങ്ങനെ പറയണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ആ, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പാരന്റ്സ് മീറ്റിംഗിന് വരാത്തത്. പറച്ചിലേട്ടാ തോന്നുന്നു ഇപ്പൊ എന്റെ വീട്ടിലെ കുട്ടി മാത്രമാണ് ഫോണിൽ കളിക്കുന്നതെന്ന്. കുട്ടി അടങ്ങിയിരിക്കട്ടെ എന്നും പറഞ്ഞ കൊച്ചുനാൾ മുതൽ അവനെ ഫോൺ കൊടുത്ത് ശീലിപ്പിച്ചത് നിങ്ങളാണ്. ഞാനോ? ഭക്ഷണം കഴിക്കാൻ റീൽ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നീ ഫോൺ കൊടുത്ത് ശീലിപ്പിച്ചോ ഒന്നും ഇവിടെ കണക്കിലില്ലേ? നീ ഇത് കണ്ട 4ാം ക്ലാസ് പഠിക്കുന്ന പയ്യനാണ്, 500K ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പത്തെ കുട്ടികളുടെ ഒരു കഴിവേ. അതെ അച്ഛാ, അച്ഛൻ സ്കൂളിലില്ലേ? നീ ഇങ്ങനെ ശല്യപ്പെടുത്തലോ, അച്ഛനൊരു കാര്യം നോക്കില്ലേ? ഈ ഒരു കാര്യം ചെയ്യ്, നീ ഫോണിട്ട് അപ്പുറം പോയി കളിച്ചോ. അമ്മേതാ നോക്കിയാ ഞാൻ വരച്ചത്? എടാ അച്ഛനമ്മേ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ മൊബൈലും കളിച്ചോട്ടിരുന്നോട്ടാ. പുറത്തിറക്കണ്ടേട്ടാ. അതാ വരുന്നത്. നീ ഇതുവരെ കഴിച്ചില്ലേ? ഇതാ ഫോൺ നോക്കിട്ട് എന്തെങ്കിലും കണ്ടിട്ട് വേഗം കഴിച്ചേ, സ്കൂൾ ബസ് ഇപ്പൊ വരും. നിനക്ക് എപ്പോ വേണേലും ഫോണിൽ കളിക്കാല്ലേ, ആരും പേടിക്കണ്ട. എന്ത് സുഖ വന്ന് എനിക്കിപ്പോ ഫോൺ മാത്രമേ ഉള്ളൂ കൂട്ടിന്. എന്നെ തല്ലുണ്ടല്ലോ, അച്ഛനും അമ്മേനെ കാണൂല. ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് അറിയില്ലടാ. അവനെ നഷ്ടപ്പെട്ടു എന്നുള്ള പേടിയിലാണ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നത്. മൊബൈൽ അല്ലാതെ അവന് കുറച്ച് ക്വാളിറ്റി ടൈം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? അവൻ പറയുന്ന ഒന്ന് കേൾക്കാൻ, അവൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് കളിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയിട്ടുണ്ടോ? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാ വേഗത്തിൽ വളരുന്നവരാ. അവരടക്കിയിരുത്താൻ എന്തെങ്കിലും കൊടുത്താൽ പോരാ, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. ഇപ്പൊ സ്കിൽ ബീഡ് എഡ്യൂക്കേഷണൽ ടോയ്സ് ഉണ്ട്, പല ടൈപ്പ് ടോയ്സാ. അവർ വളരുന്നതിനനുസരിച്ച് പ്രായത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം. എടാ, കുട്ടികൾ മൊബൈൽ അഡിക്റ്റ് ആയെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിൻ്റെ കാരണമോ അത് നമ്മൾ തന്നെയല്ലേ. നമ്മൾ അവരെ കൂടെ നിന്നാൽ മതി, ഒരിക്കലും അവർ നമ്മളെ കൈവിട്ട് പോവില്ല.